ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ മീറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ടാവും. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും മുകളിൽ നമുക്ക് സെർച്ച് ആപ്സ് ആൻഡ് ഗെയിംസ് ഉണ്ടാവും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, ഗൂഗിൾ മീറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ മീറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഗൂഗിൾ മീറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്നുള്ള ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡൗൺലോഡായി വരും. 35.47 MB ആണുള്ളത്. കുറച്ച് ടൈം എടുക്കും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് ക്ലാസ്സുകളായിക്കോട്ടെ, അതേപോലെ തന്നെ നമുക്ക് മീറ്റിംഗ്സ്, ട്രെയിനിങ്സ് കാര്യങ്ങൾ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും. വളരെ ഈസിയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് സ്കൂളുകളിലും ഓഫീസുകളിലും ഒക്കെ ഈ ഒരു ഗൂഗിൾ മീറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അസൈൻമെൻറ്റ് വർക്ക്സ് ഒക്കെ വരുമ്പോൾ സ്റ്റുഡൻസ് പോലും ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും ആരും ക്ലിക്ക് ചെയ്യരുത്. ജസ്റ്റ് താഴെയുള്ള ഓപ്പൺ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഗൂഗിൾ മീറ്റിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ തൊട്ട് താഴത്ത് നമ്മളുടെ അടുത്ത് കണ്ടിന്യൂ ആസ് RR വ്ളോഗ്സ്, അത് ഒരു എന്താ പറയുക മെയിൽ ID ആണ് കേട്ടോ. ഒരു മെയിൽ ID ഉണ്ടെങ്കിലാണ് ഗൂഗിൾ മീറ്റ് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു മെയിൽ ID യൂസ് ചെയ്തിട്ട് വേണം ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണെന്നു ഞാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ യൂസ് മീറ്റ് വിത്തൗട്ട് ആൻ അക്കൗണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇവിടെ താഴത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. ബിക്കോസ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഫെസിലിറ്റീസ് കംപ്ലീറ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു മെയിൽ ID യൂസ് ചെയ്തിട്ട് തന്നെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം മെയിൽ ID യൂസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. ഇവിടെ ഞാൻ ഈ ഒരു അക്കൗണ്ട്, അതായത് RR വ്ളോഗ്സ് ഫോർ എവർ എന്നുള്ള എൻ്റെ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. സോ ഗെറ്റ് ദി മോസ്റ്റ് ഔട്ട് ഓഫ് മീറ്റ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കോൾസും അതേപോലെ നമ്മുടെ മൈക്രോഫോൺ, ക്യാമറ അതൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഗീവ് ആക്സസ് എന്നുള്ളത് കൊടുക്കണം. പിന്നെ ഈ ഒരു മീറ്റ് അലോ മീറ്റ് ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് വീഡിയോസ്, റെക്കോർഡ് വീഡിയോ ചെയ്യാനും പിക്ചേഴ്സ് എടുക്കാനൊക്കെ നമുക്ക് മീൻസ് അവർക്ക് എന്ത് കൊടുക്കണം, ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അതേപോലെ അലോ മീറ്റ് ടു റെക്കോർഡ് ഓഡിയോന് റെക്കോർഡ് ചെയ്യാനുള്ള ഇത് നമുക്ക് കൊടുക്കാം. അതേപോലെ അലോ മീറ്റ് ടു ആക്സസ് യുവർ കോൺടാക്റ്റ്, നമ്മുടെ കോൺടാക്റ്റിനെ ആക്സസ് ചെയ്യാനുള്ളതാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇത് നിർബന്ധമായിട്ടും കൊടുക്കുക. ബിക്കോസ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗ് നല്ല രീതിയിൽ യൂസ് ആക്കാൻ വേണ്ടി പറ്റും. സ്റ്റുഡൻസ് ആണെങ്കിൽ ഡോണ്ട് അലോ കൊടുത്താലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇവിടെ അലോ കൊടുക്കാം കേട്ടോ. അലോ കൊടുക്കണം ഏറ്റവും നല്ലത്. സോ അടുത്ത എന്താണ്, അലോ മീറ്റ് ടു മേക്ക് ആൻഡ് മാനേജ് ഫോൺ കോൾസ്, നമുക്കത് അലോ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഗൂഗിൾ മീറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഗൂഗിൾ മീറ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഇൻ്റർഫേസ് ഉണ്ടായിരിക്കുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ടത് സ്റ്റുഡൻസ് ആയ വ്യക്തികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മീറ്റിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നതിന് ശേഷം ഇതുപോലെ ഇവിടെ കണ്ടു, ഫസ്റ്റത്തെ കാണുന്ന ഇതാണ് നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇൻ്റർഫേസ്. ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് കാണിക്കുന്നത്. മീറ്റ് ഈ ഒരു ഇതിലാണ് കാണുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ഗൂഗിൾ മീറ്റ്. ഈ ഗൂഗിൾ മീറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സ്കൂളിൽ ഉള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആരാണോ മീറ്റിംഗ് നമുക്ക് അയച്ചു തരുന്നവർ നമുക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും. ഇതുപോലെ ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും. ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് IDയിലാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. എൻ്റെ ഈ ഒരു മൊബൈൽ ഫോണിൽ ഒരു 3-4 IDs കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരൊറ്റ ഒരു ID യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഏതാണ്, ഞാനിപ്പോൾ നമ്മുടെ ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത സെയിം ID തന്നെയാണ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് കാണിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയും മൈക്കും ഓഫാക്കിയിടുക. മുകളിൽ കാണുന്നില്ലേ, വീഡിയോയും മൈക്കും ഓഫാക്കിയിടുക. ഓഫാക്കിയതിന് ശേഷം മാത്രം ഒരു മീറ്റിംഗിക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്തു, ഒരു ID കൊടുത്തു,
വീഡിയോയും മൈക്കും ഓഫാക്കി എന്നിട്ട് ആസ്ക് ടു ജോയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മീറ്റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്തു. ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും തന്നെ വീഡിയോയും മൈക്കൊക്കെ ഓൺ ആക്കിയിട്ട് ഉള്ളിലേക്ക് ജോയിൻ ചെയ്യരുത്. വോയിസിൻ്റെ ഒക്കെ ഡിസ്റ്റർബൻസ് വരും. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അറിയാതെ നിങ്ങൾ വീഡിയോയും മൈക്കൊക്കെ ഓൺ ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തുണ്ട് നമ്മുടെ വീഡിയോയും മൈക്കൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓഫാക്കി ഇടാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് അത്യാവശ്യമാണ് സംസാരിക്കാൻ. നമ്മളെ വിളിക്കുന്ന സമയത്ത് മൈക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഓപ്പണായി സംസാരിക്കുക, ക്ലോസ് ചെയ്യുക. ഇവിടെ റിയാക്ഷൻസ് ഉണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാസ്സിൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തംസപ്പ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി പറ്റും. ഒരുപാട് റിയാക്ഷൻസ് ഇട്ടിട്ട് ഇമോജീസ് ഇട്ടിട്ട് ക്ലാസ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്, മെസ്സേജ് ഇടാൻ വേണ്ടിയിട്ട്. ആ 3 ഡോട്ട് കണ്ടില്ലേ, 3 കുത്തുകൾ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മെസ്സേജസ് അയക്കാൻ ഇൻ കോൾ മെസ്സേജസ് എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അപ്ഡേഷൻ ആയിട്ടുള്ള ഗൂഗിൾ മീറ്റിൽ ഇങ്ങനെയാണ് കാണുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം കാണാം. അപ്പോൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ യെസ് എന്നോ അറിയില്ലെങ്കിൽ നോന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിൻ്റെ ആൻസർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ നല്ല ജസ്റ്റ് കാണിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിൻ്റെ ആൻസർ സണ്ണെന്നാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ മെസ്സേജസ് എടുക്കുക, SUN എന്നുള്ള അടിച്ചു, എന്നിട്ട് നമുക്ക് ആ സെൻഡ് ബട്ടൺ ഉണ്ടല്ലോ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടേക്ക് മെസ്സേജായിട്ട് പോകും. എല്ലാവരും കൂടെ ഒരു മീറ്റിങ്ങിൽ ഇപ്പോൾ ഒരു 40 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 40 വ്യക്തികളുണ്ട്, എല്ലാവരും കൂടെ മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ക്ലാസ് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ആ കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് എവിടെയാണ് റിയാക്ഷൻ കൊടുക്കേണ്ടതെന്നും എവിടെയാണ് മെസ്സേജസ് ടൈപ്പ് ചെയ്യേണ്ടതെന്നും മനസ്സിലായിട്ടുണ്ടാവും. സോ ഇനി ക്ലാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ലാസ്റ്റുള്ള ആ റെഡ് ബട്ടൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായി അറ്റൻഡ് ചെയ്യുക, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.